ഷാർജയിൽ മരിച്ച വിപഞ്ചികയുടെ കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിക്കുന്നത് മാറ്റിവെച്ചു. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഇടപെടലിനെ തുടർന്നാണ് സംസ്കാരം മാറ്റിയത്. വിപഞ്ചികയുടെ അമ്മ ഈ ആവശ്യം ഉന്നയിച്ചതിന് പിന്നാലെയാണ് സംസ്കാരം മാറ്റിയത്. വിപഞ്ചികയും മകളും മരിച്ച കേസ് ശാസ്താംകോട്ട ഡിവൈഎസ്പിയാണ് അന്വേഷിക്കുന്നത്. രാജ്യത്തിന് പുറത്തു നടന്ന സംഭവമായതിനാൽ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറും. വിപഞ്ചികയുടെയും മകളുടെയും മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകാൻ വിപഞ്ചികയുടെ അമ്മ ശൈലജ ഷാർജയിലെത്തി. ഇരുവരുടെയും മൃതദേഹം നാട്ടിലെത്തിക്കണമെന്ന് ശൈലജ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിനോട് ആവശ്യപ്പെട്ടു. വിപഞ്ചികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഭർത്താവ് സമ്മതം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ മകൾ വൈഭവയുടെ മൃതദേഹം UAEയിൽ സംസ്കരിക്കാനാണ് തീരുമാനം. സംസ്കാരം ഷാർജയിൽ വേണമെന്ന് നിധീഷ് വാശി പിടിക്കുന്നത് എന്തിനെന്ന് മനസ്സിലാകുന്നില്ലെന്ന് വിപഞ്ചികയുടെ അമ്മ പറഞ്ഞു. ഞാൻ ഈ ഒരു പ്രതീക്ഷയോടാണ് ഞാൻ ഇവിടെ വന്നത്. അമ്മയും കൊച്ചിനെയും കൊണ്ടുപോകാം. ഇവിടെ സംസ്കരിക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മുടെ നാട്ടിൽ സംസ്കരിക്കുന്നത്. ഒന്നേ അവൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ, അല്ലാതെ ഇവിടെ സംസ്കരിക്കുന്നതിനകത്ത് എനിക്ക് താല്പര്യമില്ല. അമ്മയുടെ ആവശ്യപ്രകാരം കോൺസുലേറ്റ് ഇടപെട്ട് വൈഭവിയുടെ സംസ്കാരം മാറ്റിവെച്ചു. വിപഞ്ചികയുടെ അമ്മ നൽകിയ പരാതിയിൽ കുണ്ടറ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണം ശാസ്താംകോട്ട ഡിവൈഎസ്പി TB മുകേഷിന് കൈമാറി. ഭർത്താവ് നിതീഷ്, സഹോദരി, അച്ഛൻ എന്നിവരെ പ്രതി ചേർത്താണ് FIR. സ്ത്രീധന പീഡനം, ആത്മഹത്യാ പ്രേരണ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. കൊല്ലം റൂറൽ SP സാബു മാത്യു മേൽനോട്ടം വഹിക്കും. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറും. കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് നിയമസഹായം ഉറപ്പാക്കിയതായി കൊല്ലം MP NK പ്രേമചന്ദ്രൻ പറഞ്ഞു. ഭൗതിക ശരീരം നാട്ടിലെത്തിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ മരണക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ഒരു അന്വേഷണം കൂടി നടത്തി കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതും ഈ പ്രശ്നത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കൊല്ലം കേരളപുരം സ്വദേശിയായ വിപഞ്ചിക മകളെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തു എന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. മീഡിയ 1 ദുബായ്, കൊല്ലം.